നിന്റെ ഒരു ഒടുക്കത്തെ പട്ടേടി ഫൈനൽ റിഹേഴ്സൽ നടക്കുന്നത്. നാളെ നാടകം അറിയാവോ? അയ്യപ്പൻ പട്ടേടിയും തബലടിയും തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഞാൻ പട്ടയടിക്കുന്നു, ബക്കച്ചൻ വിസ്കി അടിക്കും. അത് സ്റ്റാറ്റസിന്റെ പ്രശ്നം. ബക്കച്ചമ്പോ എങ്കിലും ഇങ്ങനെ ഈ സിഗരറ്റും കടിച്ചതുകൊണ്ട് കരിക്കാടാ ദുഷ്ടാ. 2 താറാമുട്ട എങ്കിലും വാങ്ങിച്ചു വീഴുന്നു. അത് ന്യായം. എന്നിട്ട് അവളുടെ പഴയ ആളുകളോട് കൂടി അവൾ തുള്ളിച്ചു നടക്കുന്നത് ഞാൻ കാണണം, അല്ലേ? മനസ്സിലെടുക്കട്ടെ അളിയാ. ഇത് പറയാൻ രാജശേഖരന് ലജ്ജയില്ലേ? ഞാൻ എന്ത് ലജ്ജിക്കണം? നിങ്ങൾ ഒരു പുരുഷനെ പോലെ സംസാരിക്കണം മിസ്റ്റർ. വിവാഹത്തിന് മുൻപ് സ്ത്രീക്കും പുരുഷനും വെവ്വേറെ ബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. വിവാഹത്തിന് ശേഷം അതെല്ലാം മറക്കണം. അതാണ് കുടുംബബന്ധം. പക്ഷേ ഭർത്താവ് ആത്മബലമില്ലാത്തവനാണെങ്കിൽ ആകെ തകരും. ഞാൻ ഒരു ബലമില്ലാത്തവനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബന്ധം കൊടിച്ചേക്കും. പാളി, ഇതിനു വേണ്ടിയാണോ നീ അവളെ വിവാഹം കഴിച്ചത്? ഇപ്പൊ നിനക്ക് ബന്ധം ഒഴിയണം അല്ലേ? ഒഴിയണമെങ്കിൽ ഒഴിഞ്ഞോളൂ. വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും നിന്റെ പിന്നാലെ വരത്തില്ല. ശരി, എങ്കിൽ കാണിച്ചു തരാം. അവനെ തിരിച്ചു വിളിക്കും. അവൾക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ഭർത്താവ്? അവളെ ഭ്രാന്ത് പിടിപ്പിക്കാനും. ഇവനെവിടെയും പോയി ചാവട്ടെ. എന്റെ ദൈവമേ. ഇന്നത്തെ നാടകം കലക്കി വകച്ചോ. പുതിയ നാടകം ഞാൻ അറിയിക്കും കേട്ടോ. അടുത്ത കൊല്ലം കാണണം. ഡെഫിനറ്റ്ലി. ഓക്കെ, എല്ലാരും കയറിയോടാ. അയ്യപ്പനെ കണ്ടില്ല. അവനെങ്ങാനും ഉണ്ടോന്ന് എന്ന് നോക്കടാ. നാശം പിടിച്ചവൻ. അണ്ണാ 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 എഴുന്നേക്ക്. എഴുന്നേക്ക്. ഇതൊരു നാശമാണെന്ന് ഇവിടെ കയറാ. പിടിച്ചേറാ. 24 മണിക്കൂറും പട്ടേടി തന്നെ. ബാക്കിയുള്ള പിന്നെ ആ കാലമാടുണ്ടോ ഇവിടെ? കാലമാട് അതാരാ? അയ്യപ്പന്റെ ഭാര്യയാണ്. ഓഹോ, കണ്ടിപ്പോ എന്താ വേണം? എന്താ വേണം? എനിക്ക് അങ്ങനെ ഒന്ന് കാണണം. കല്യാണം കഴിച്ചിട്ട് കൊച്ചിനും കയ്യിൽ തന്നു പോയതാ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അന്വേഷിക്കാൻ അങ്ങനെ സമയമുണ്ടോ? അപ്പോഴേ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുത്. ഇത് റിഹേഴ്സൽ ക്യാമ്പാണ്. ഇതിനെ വഴി പട്ടാള ക്യാമ്പ് കണ്ടിട്ടുള്ളതാ ഞാൻ. എനിക്ക് മനസ്സുണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ അങ്ങനെ കള്ളു കുടിച്ച് തീർത്താൽ ഞാനും ചെറുക്കൻ എങ്ങനെ ജീവിക്കും? ഞാൻ പോവില്ല. ഞാൻ പോവില്ല. എന്നെ കൊന്നോ? രണ്ടിലൊന്നും അറിയാതെ ഞാനൊന്നും പോവില്ല. ഇല്ല, പോവില്ല. എന്താ അയ്യപ്പൻ നിങ്ങൾ കാണിക്കുന്നത്? അയ്യോ, ഞാനെന്നാ ചേർന്ന് കൊടുക്കുന്നത്. വരൂ വേണ്ട. തന്റെ രഹസ്യം പറഞ്ഞു വീട്ടിൽ പോകാനാ പറഞ്ഞ പൊന്നയ്യപ്പ. ഞാൻ ഇവിടെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. എന്നെ അവമാനിക്കാതിരിക്കാനും ചെയ്യാം. എന്നാ അക്കച്ചോ 50 രൂപയുടെ തോളായി കൊടുക്കും. നാശം പോട്ടെ. ആ ഉടനെ കുടിച്ചെടുത്ത് എന്റെ തോളെ വെച്ചു. എന്നെ ഒന്നി തോപ്പിച്ചിട്ടാ ഞാനോട് കാണിക്കരുത്. ആരൊക്കെയാൻ പാട് എന്നെ വിടുന്നതാണ് നല്ലത്. വിടുന്നത് എന്തോ ചെയ്യുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നടണം. ഇനി ഇവിടെ താമസിക്കണം. ഞാൻ പിന്നെ എവിടെ താമസിക്കും? പരിപാടിക്ക് മാത്രം വന്നാൽ മതി. ഇന്ന ഈ ക്യാമ്പിൽ താമസിക്കും കൊള്ളുകയില്ല. അതുകൊണ്ട് ഞാൻ പരിപാടിക്കുമില്ല. വേറെ ആവോ? അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസ അത് വാങ്ങിച്ചോ. ഓ
നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പ് ഇല്ലാത്തവരെ താൻ പോടോ. അവൻ നന്നാകത്തില്ലെന്ന്. വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു? എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടക സമിതിയിലൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്കെടുത്ത. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതും കൊണ്ട് അയ്യപ്പന് ജീവിക്കാൻ പറ്റുമോ? എന്റെ 8ാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു. എന്റെ പൊന്നു വക്കച്ച് എന്നോട് ക്ഷമിക്കണം. ഞാൻ പഠിച്ചു. പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തും പോയി. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. പട്ടിണി കിടന്ന് ഞാൻ ചുരുണ്ടുപോയി വക്കച്ച. ഈ പറയുന്നത് സുബോധത്തോടെ തന്നെയാണോ? അയ്യോ എന്റെ വക്കച്ച, ഞാൻ കുടിച്ച നാളെ മറന്നു. നിർത്തി വക്കച്ച, കുടി നിർത്തി. അയ്യപ്പൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ വക്കച്ച. സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കുകയല്ല. ആ, മര്യാദയ്ക്ക് നിൽക്കാം. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങുകയാണ്. നീയും അറിയുന്നുണ്ടോ? ആ, എന്തെങ്കിലും ചോദിച്ചിട്ട് റിഹേഴ്സൽ കയറുന്ന ഞാൻ പറയുന്നത് കേട്ടോ, പറഞ്ഞേക്കാം. ആവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ നിന്നോട് പറയുന്നു, അഥവാ പ്രഖ്യാപില്ലേ, പൗരുഷത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ നിന്നോട് പറയുന്നു, അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി ഉലട്ടെ. സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുതന്ത്രം. ആ, കുതന്ത്രം കുടുങ്ങുമെന്ന് കരുതേണ്ടടി കുലട്ടെ. കുലട്ടെ. അവളെന്തേടാ ലളിത? അവള് വന്നില്ല. ഇനി വരാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം? അവൾക്ക് കല്യാണമാണ്. കല്യാണം? ആരാ കല്യാണം കഴിക്കുന്നത്? ദുബായിക്കാരന്. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണും ചെറുക്കനും ദുബായിലേക്ക് പോവത്രേ. നാടകത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ച് ടിക്കറ്റ് വരെ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 12 മണിക്കൂർ നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും? എന്ത് പറ്റി വെക്കച്ചാ? ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് പറക്കാൻ പോവാണെന്ന്. ഞാൻ എങ്ങോട്ട് പറക്കും? ഞാനൊരു നടിയെ കൊണ്ട് തരാൻ വെക്കച്ചാ. വല്ല തല്ലിപ്പൊളിയായിരിക്കും. തല്ലിപ്പൊളിയൊന്നുമല്ല. വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്. കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതി. എന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ. ഈ ദുബായിക്കാരെ കൊണ്ട് തോറ്റു. അത്യാവശ്യ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങി ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. ഇപ്പഴേ നാടകം നടത്താനും പറ്റുന്നില്ല. കെട്ടാ നടിയെ തന്നെ വേണം. എന്തൊരു കഷ്ടമാണ് വക്കച്ച. താനെന്താ കുരു കളിക്കുന്നേ? ഭാര്യ പറയാ വന്ന് വിളിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ? രോഹിണി എന്താ പുറകെ ചെല്ലാത്തത്? രോഹിണിയല്ലേ ഭാര്യ? എപ്പോഴാണ് പുറകെ ചെല്ലേണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണ പ്രോണ്ടറെ. ഞാൻ പറഞ്ഞില്ലേ? ആ, പോയിട്ട് ഒന്നുകൂടെ വരണം ബാലഗോപാല സാർ. അരുത് നാഥ, അരുത്. പ്രാണവല്ലഭ, പോകരുത്. തങ്കത്താലമേന്തിയ സഖിമാരി ഒന്നിച്ച് കതിർ മണ്ഡപത്തിൽ കാലൂത്തിയ ഈയുള്ളവളെ നിറപറയും നിലവിളക്കും വെച്ച് അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്തത് വിസ്മരിച്ചു നാഥ. അങ്ങ് പോകരുത്. ഒന്ന് പൊന്തി ആശാനെ. ചായ സ്പർശിക്കരുത്. സ്പർശിക്കുന്ന പറയണെങ്കിൽ സ്പർശിക്കണ്ടേ? എങ്കിലും പിടിക്കാൻ വേണം. വേണ്ട, പിടിയും വലിയൊന്നും വേണ്ട. തൊട്ടഭിനയിക്കുന്ന ഏർപ്പാടൊന്നുമില്ലെന്ന് വീട്ടിൽ എഴുതി കൊടുത്തേച്ചാ പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. നാടകത്തിന്റെ ഭാവനയാ. വേണമെങ്കിൽ മതി. എനിക്ക് എത്ര ശരി. തലമുറ തലമുറയായി നിന്റെ വർഗം എന്റെ വർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ നീയും അത് ആവർത്തിക്കുന്നു. പക്ഷെ ആധുനിക പൗരുഷത്വത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ പറയുന്നു, അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി കുടലെ. കുല്ലടെ. ആ, അങ്ങനെ വാ. അപ്പോൾ അങ്ങ് പോകാൻ തന്നെ തീരുമാനിച്ചുവോ? എടി, നിന്റെ മാതാവെന്ന് പറയുന്ന ഭദ്രകാളി ഉണ്ടല്ലോ, ആ ശൂർപ്പണക. ഇത് ഇപ്പഴാ മാട്ടുന്നത്? പിന്നെപ്പോഴാ? എപ്പോഴാ കച്ച? എടീ ഘാതകി, എനിക്ക് 5000 രൂപ ഇപ്പൊ വേണം എന്ന് പറയുമ്പോഴല്ലേ ആട്ടുന്നത്. ആ, പോയിട്ട് ഒന്നുകൂടെ വാ. അച്ഛനെ, ഇത് എവിടുന്ന് തപ്പിയെടുത്തു? ആദ്യമായിട്ട് അഭിനയിക്കണമെന്നൊന്നും തോന്നില്ല. നല്ല ഉഗ്ര സാധനം. ഒരു കലക്ക് കലക്ക്. അവിടെ കയറി കൊത്തണ്ട. അത് നമ്മുടെ ചാക്ക, അങ്ങ് വിട്ടേരെ. അന്യരുടെ ചാക്കിന് എടുക്കാറില്ല. നാശൻ അറിഞ്ഞൂടെ? എനിക്ക് അവനെ പേടിയാ, രഹസ്യ ഗോപാൽ. രോഹിണിയെ നോട്ടോടുന്നു ആരായിരുന്നാലും ശരി, അവന്റെ ആഫീസ് ഞാൻ പൂട്ടും. തന്നോട് കൂടെയാ പറഞ്ഞു. അയ്യപ്പൻ എന്നെ രക്ഷിച്ചു. രോഹിണി വളരെ നന്നായിട്ട് അഭിനയിക്കുന്നു. ലളിതേക്കാക്കുള്ളൂ. നല്ല ഒന്നാം തരം ഡാൻസ് ചെയ്യും. ആഹാ, നമുക്ക് ഡാൻസ് കൂടെ ചേർത്താൻ എന്താ? ചേർത്തോ? അപ്പൊ താമസം കാര്യം എങ്ങനെയാ? ക്യാമ്പിൽ തന്നെ കഴിയുന്നു? അത് വേണ്ട വെച്ചാ. എന്റെ ഒരു ഉറപ്പിന്റെ പേര് വിട്ടതാ. ഇവിടെയുള്ള പലരെയും എനിക്ക് അത്ര നല്ല വിശ്വാസം പോയി.
അപ്പൊ ദിവസവും വീട്ടിൽ പോയിട്ട് വരാനോ? അത് പറ്റില്ലല്ലോ, ഞാൻ വീട്ടിൽ താമസിപ്പിച്ചോളാം. അത് വേണോ? എന്നെ ഏൽപ്പിച്ചു വിട്ട ആളുടെ ചുമതല എനിക്കില്ലേ വെക്കച്ച, അത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവിടെ എന്തെങ്കിലും കൊടുക്കണം, പിന്നെ 1-2 സാരി പറ്റി വാങ്ങിച്ചു കൊടുക്കണം. ഒന്നുമില്ല. അതെല്ലാം കൂടെ എന്ത് വേണോന്ന് അങ്ങ് പറ. ഒരു 500. റിഹേഴ്സൽ സമയമാ. അതിനുശേഷം രോഹിണി അയ്യപ്പൻ ഒരുമിച്ചായിരുന്നു താമസം? അതെ, അയാൾ പോയ ദിവസം വരെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അതിപ്പോ ഞാൻ എങ്ങനെ പറയും സാറേ? ആ പെണ്ണോട് ചോദിച്ചാൽ ഒന്നും പറയില്ല, കണ്ണ് പറയും. അയ്യപ്പനോട് ചോദിച്ചാൽ ആണെന്നും പറയും അല്ലെന്നും പറയും. ആ പറയുന്ന അവനല്ല, പട്ടയാ. രോഹിണിക്ക് ഗ്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പമുള്ളതായിട്ട് അറിയാമോ? സത്യം പറയാമല്ലോ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആണും പെണ്ണും അല്ലേ സാറേ, ദൈവം പോലും ചിലപ്പോ അയ്യരാന്നായി പോകും. അയ്യപ്പന് രോഹിണിയെ വിശ്വാസമായിരുന്നോ? തീർത്തങ്ങോട്ട് വിശ്വാസമായിരുന്നെങ്കിൽ അവളോട് മിണ്ടുന്നവരൊക്കെ അയ്യപ്പൻ വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കോ? ആ, ഒരു ദിവസം വക്കച്ചൻ വന്നതിന്റെ ഭാഗ്യം. ഇനി മേലാൽ നീ രോഹിണിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വിട്ടിക്കളയും. എന്നാ പറഞ്ഞ അവിടെ ഉണ്ടായത്? കാര്യമൊന്നുമില്ല വക്കച്ച. ഇന്ന് നാടകം നടന്നപ്പോ സൈഡ് കെട്ടെടുത്തുന്ന രോഹിണിയോട് ഈ മദനഗോപാലൻ എന്തോ പറഞ്ഞത്രേ. അത് അയ്യപ്പൻ കണ്ടുപോലും. അതിനെ സംബന്ധിച്ചുള്ള പിടിപാടാ. സ്വാമി ശരണം. പാവത്തിന്റെ കുടല് വെള്ളമായി. അയ്യപ്പനോടൊന്നും പറഞ്ഞ് എനിക്ക് പെമ്പിളായിട്ട് പത്താതെ പറയാൻ പറ്റും. താനെന്തോടെ പെണ്ണോട് രഹസ്യം പറയാൻ നടക്കുന്നത്? തനിക്ക് ഇത് വന്നപ്പോ വേണ്ടിയല്ല. എന്താ വേണം വന്നിക്ക് അവിടെ? ഈ ബാലഗോപാലൻ ആളെങ്ങനെയാ? എന്റെ അറിവ് പാവുക. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടൽ ആൾ അത്ര കറക്റ്റ് അല്ല. വേറെ ദോഷമൊന്നുമില്ല. ആ വഴക്കിന് ശേഷം ബാലഗോപാലന് അയ്യപ്പനോട് ശത്രുത വല്ല ഉണ്ടായിരുന്നോ? മനസ്സിൽ കാണുമായിരിക്കും, മനുഷ്യരല്ലേ. എന്നാ കൊല്ലപ്പള്ളിയുടെ കാര്യം അങ്ങനെ അയാൾ ആൾ ഡീസന്റ്. കൊല്ലപ്പള്ളി? ആ, അതാരാ? വേറൊരു നടനാ, പേര് ജോസഫ് എന്നാ. കൊല്ലപ്പള്ളി നാട്ടുപേരോ വീട്ടുപേരോ എന്തോ ആണെന്ന് തോന്നുന്നു. അവര് തമ്മിലും ഒരിക്കലും ഉറക്കിയിട്ടുണ്ട്. അതും ഈ പെണ്ണിന്റെ കാര്യത്തിന് തന്നെയാ. കൊല്ലപ്പള്ളിയും രോഹിണിയും തമ്മിൽ അടുപ്പമായിരുന്നോ? എന്റെ പൊന്ന് സാറെ, പരീക്ഷിക്കരുത്. ആണും പെണ്ണും ഉള്ള സഹവാസമാണ്. ചിലപ്പോൾ അടുത്തുനിന്നും വരും, അകന്നെന്നും വരും. എന്തായാലും ഒരു ദിവസം അയ്യപ്പൻ വീട്ടിലില്ലാത്ത സമയത്ത് ഈ പറയുന്ന കൊല്ലപ്പള്ളി രോഹിണിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നെന്നും അയ്യപ്പൻ അതെങ്ങനെയോ അറിഞ്ഞെന്നും കൊല്ലപ്പള്ളിയെ കത്തി നിവർത്ത് കാണിച്ചെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ആട്ടെ, അയ്യപ്പനെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്നാ? ഈ കാണാതായെന്ന് പറയുന്ന ദിവസവും ഞാൻ കണ്ടാണ്. അന്ന് നാടകമില്ലായിരുന്നു. ഒരു 75 രൂപ വേണം. അവന്റെ കൊടുത്തേക്കാണ്. രൂപയോ? ഒറ്റ പൈസ തരികയില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ തരാൻ ഇഷ്ടമില്ലായിട്ടല്ല, കയ്യിലില്ലായിട്ടാണ്. ചെല്ലപ്പാ, ഇതെല്ലാം അടുത്ത കാലമായി വെച്ചത്. രൂപയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പൻ നിൽക്കണമെന്നില്ല, പൊയ്ക്കോ. അഡ്വാൻസ് ആയിട്ട് എന്നാ മതി. അഡ്വാൻസ് നിനക്ക് നാണം ഉണ്ടോ അയ്യപ്പ എന്നോട് ഇനി അഡ്വാൻസ് ചോദിക്കാൻ? ഇവന്റെ കാശ് കൊടുത്ത് വെച്ചിട്ട് ഞാൻ കൂത്തിച്ചോളം ഇങ്ങോട്ട് വരും. അവന്റെ അമ്മ വന്നാ എന്നെ എന്ത് ചെയ്യും? മൂക്കിലെടുത്ത് കളയോ? പേടിപ്പിക്കാടാ. ക്യാമ്പിൽ വന്ന് വെള്ളം ഉണ്ടാക്കിയല്ലേ വിവരം അറിയും, പറഞ്ഞേക്കാം. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. രൂപ അവിടെ വെച്ച് തന്നാ മതി. വേണ്ട വേണ്ട, വീട്ടിൽ രൂപ ഒന്നും ഇരിപ്പില്ല, അങ്ങോട്ട് വരികയും വേണ്ട. അങ്ങനെ ഉടനെ പറ്റില്ല, ഞാൻ വരും. വേണ്ടെന്നേ, എന്റെ ഒറ്റ പൈസ ഇല്ല. ദേ ഗീശ. പണത്തിന് വേണ്ടി അയ്യപ്പൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു? വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല. പണം കൊടുക്കാതെ മകനെ മടക്കി അയച്ചു കാണും. അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ. അതെന്താ? അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം. അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം? സൃഷ്ടിച്ചതുകൊണ്ടുള്ള വിരോധമായിരിക്കും. അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്? അതെ സാർ. അയ്യപ്പൻ വലിയൊരു മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ. അയാൾ അങ്ങനെ ആകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം. അയ്യപ്പൻ ഇപ്പൊ എവിടെ കാണാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? ഞാൻ പല വഴിക്കും ചിന്തിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. തൽക്കാലം പോകാം. പക്ഷേ അയ്യപ്പനെ കാണാതായതിന് സമാധാനം പറയാനുള്ള ബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഓർമ്മയിരിക്കും. മച്ചാനെ തേടി പച്ചമലയാളം ഒറ്റക്കാത്ത ശക്തി വന്ന പെണ്ണേ എൻ കണ്ണേ. മച്ചാനെ തേടി പച്ചമലയാളം ഒറ്റക്കാത്ത ശക്തി വന്ന പെണ്ണേ എൻ കണ്ണേ. അഞ്ചലഞ്ച് അലുത്തു പോയി നെഞ്ചു തേൻ മാറിപ്പോയി പശയെടുത്ത് കാൽപ്പെടുത്ത്
നൃത്തം മനോഹരമായി. അഭിനന്ദനം. ഏതെങ്കിലും ഡാൻസ് ട്രൂപ്പായി സഹകരിക്കുന്നുണ്ടോ? ട്രൂപ്പിലൊന്നും ഇല്ല. കുട്ടിക്ക് തീർച്ചയായും നല്ലൊരു ഭാവിയുണ്ട്. അതെ, എവിടെയാ വീട്? ചേച്ചി, ഒരാള്. ആണോ? ഓ, സാറായിരുന്നോ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒന്ന് തരായോ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതാരെ? എന്റെ അനുജത്തിയാണ്, സുമതി. ഇതാ? ഇത് സുമതിയുടെ ഇളയത്, ശാന്ത. അച്ഛനും അമ്മയൊക്കെ? അമ്മ അകത്തുണ്ട്, വിളിക്കാം. എനിക്ക് തീരെ സുഖമില്ല, അകത്ത് കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്താ അസുഖം? സുഖക്കേട് പലതാ. തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. മോനിക്ക്. അമ്മ ഇരിക്കും, ഇങ്ങനെ നിൽക്കണ്ട. വേണ്ട. എന്നെ മനസ്സിലായോ? ആ, ഇവള് വന്ന് പറഞ്ഞു. രോഹിണിയെ കൂടെ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞേക്കാം. ഞാൻ പലരുടെയും നൃത്തത്തിന് തബല വായിച്ചു. പക്ഷെ രോഹിണിയെ പോലെ ഇത്രയും നല്ലൊരു നർത്തകിയെ എന്റെ കലാജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. പറയുന്നതായിട്ട് അഹങ്കരിച്ചു കളയരുത്. കൂടുതൽ കൂടുതൽ പഠിക്കാനും വളരാനും പരിശ്രമിക്കണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു. ഇവളെ നല്ലൊരു ഡാൻസുകാരി ആക്കണമെന്നായിരുന്നു ഇവളുടെ അച്ഛന്റെ ആഗ്രഹം. പക്ഷെ മകൾ ഡാൻസ് ചെയ്യുന്നത് കാണാൻ അച്ഛനില്ലാതെ പോയി. ഇപ്പോൾ അച്ഛനില്ലാത്ത 3 മക്കളും രോഗം പിടിച്ച ഞാനും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ ആരിയ്ക്കുന്നു? കൊള്ളാവുന്ന പല ഡാൻസ് ട്രൂപ്പുകളുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏർപ്പാട് ചെയ്യട്ടെ. രോഹിണി അയക്കൂ. അവളെ പിന്നെ ഡാൻസ് പഠിപ്പിച്ച എന്തിനാ? അവൾക്ക് വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണി കൂടാതെ കഴിയാം. നാടകത്തിൽ അഭിനയിക്കാൻ രോഹിണിക്ക് താല്പര്യമുണ്ട്? എനിക്ക് കഴിയുന്ന പോലൊക്കെ ഞാൻ അഭിനയിക്കാം. ശരി, ഞാനും നോക്കട്ടെ. സുമതി അല്ലേ? അതെ. സുമതി നൃത്തം ചെയ്യൂ? അവളെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ സുമതിക്ക് ഒരു ഫിലിം കെട്ടുണ്ട്. വല്ല സിനിമയിലും ചാൻസ് കിട്ടിയാ പോമോ? കൊള്ളാം. സിനിമ എന്ന് കേട്ടാൽ അവള് പറക്കും. സുമതിയുടെ കാര്യം നമുക്ക് ശരിപ്പെടുത്തിക്കളാം. അതിനുശേഷം അയ്യപ്പൻ കൂടെ കൂടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു? ഇല്ല, വീണ്ടും വരുന്നത് 2-3 മാസം കഴിഞ്ഞാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നാടക കമ്പനിയാണ്. വർഷം തോറും കുറഞ്ഞത് 300 നാടകമെങ്കിലും കളിക്കും. നല്ല പ്രതിഫലവും കിട്ടും. അതിലെ ഒരു നടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം വന്നത് രോഹിണിയുടെ ഭാഗ്യം. ഞങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യം മോൻ ഇവിടെ വന്ന് പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ മോമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ സമ്മതിച്ചത്. ഒരുങ്ങി കഴിഞ്ഞില്ലേ മോളെ? വരുന്നു അമ്മേ. സുമതിയിൽ ലിസ്റ്റിലുണ്ട് കേട്ടോ, മറന്നിട്ടില്ല. മോനെ, നാടക കമ്പനികളെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. അതൊക്കെ അസൂയക്കാര് വെറുതെ പറയുന്നല്ലേ അമ്മേ, വിവരദോഷികള്. മോനെ, ഇവളാണ് ഞങ്ങളുടെ ആകെയുള്ള സ്വത്ത്. സ്വന്തം അച്ഛനോട് ഒരുമിച്ച് വിടുന്നത് പോലെ ഇവളെ ഞാൻ മോനോട് ഒരുമിച്ച് വിശ്വസിച്ച് വിടുകയാണ്. ഇവളെ നോക്കിക്കൊള്ളണേ മോനെ. അത് ഞാൻ പറയണോ അമ്മേ? ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഭാവന തിയേറ്റേഴ്സിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നോ താമസം? അതെ. അയ്യപ്പന് ഭാര്യയും പ്രായമായ ഒരു മകനുമുള്ള വിവരം രോഹിണിക്കറിയാമോ? എന്നിട്ടും കൂട്ടത്തിൽ തന്നെ താമസിച്ചു. ചോദിക്കുന്നതിന് മറുപടി പറയണം. മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ? വാ പോവാം. ഇറങ്ങി വാ. കേറുവാ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടുണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവരുടെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവള് പോയത്. നീ വാ, അകത്ത് വാ.
എന്തോ നോക്കിയിരിക്കണം അങ്ങോട്ടും നോക്കിയേ. രോഹിണിക്ക് വല്ല കുളിക്കുകയോ ജപിക്കുകയൊക്കെ വേണമെങ്കിലേ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വെളിയിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് ഇന്നിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റും.